പ്രഖ്യാപനത്തിനും ഉള്ള സമയമായിരിക്കുന്നു. അവസാനത്തെ പേരാണെങ്കിലും ഇത് 5-1 തന്നെ പരിഗണിക്കണം. കോഴിക്കോട് MP MK രാഘവൻ. ലോക്സഭയിൽ 74% ഹാജർ, 40 ചർച്ചകളിൽ പങ്കെടുത്തു, 451 ചോദ്യങ്ങൾ ഉന്നയിച്ചു. MP ഫണ്ട് ലഭിച്ചത് 15,14,00,000 രൂപ. 87% തുക വിനിയോഗിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട MP. ലോക്സഭയിൽ വിവിധ വിഷയങ്ങളിൽ 48 സബ്മിഷനുകൾ. മണ്ഡല വികസനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിയെന്ന് MP. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ രാജ്യാന്തര നിലവാരമുള്ളതാക്കാനായി ഇടപെട്ടു. ആരോഗ്യമേഖലയിലും സജീവ ഇടപെടൽ. മെഡിക്കൽ കോളേജിന് 150 കോടി രൂപ വാങ്ങിയെടുത്തതും ഇംഹാൻസ് കേന്ദ്രത്തിനായി 30 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതും നേട്ടമെന്ന് MP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് നിന്ന് കോൺഗ്രസിനായി വീണ്ടും ജനവിധി തേടുന്നു. MK രാഘവൻ കണ്ണൂരുകാരനാണ്. കോഴിക്കോട് വന്ന് മത്സരിച്ചു. വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. പക്ഷേ കേരളത്തിലെ മികച്ച MPമാരിൽ ഒരാളാണ് MK രാഘവൻ. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു മികച്ച MP ആകാൻ കഴിഞ്ഞത്? MK രാഘവൻ മികച്ച MP ആയതിന്റെ അടിസ്ഥാന കാരണം അദ്ദേഹത്തിന് മികച്ച MP ആകണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ജോലി ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ മനോരമ ഒരു പരിപാടി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല. കോഴിക്കോട്ട് നിന്ന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ട് വന്ന് വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാൾക്ക് തന്റെ രാഷ്ട്രീയ അസ്തിത്വം യുക്തിപൂർവമാണ്, നീതിബദ്ധമാണ് എന്ന് തെളിയിക്കേണ്ടത് സ്വന്തം ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അധ്വാനിക്കാൻ ആ മനുഷ്യൻ തയ്യാറായി. അതിനകത്ത് അദ്ദേഹം പാർലമെന്റിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. കോൺഗ്രസ് പോലൊരു വലിയ പ്രസ്ഥാനത്തിന്റെ MP ആണ്. പക്ഷെ നാട്ടിലെ കാര്യങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലായാലും അതുപോലെ മുൻപേ തന്നെ ആശയങ്ങളായി അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നതാണെങ്കിൽ പോലും ഇംഹാൻസ് പോലെയുള്ള കാര്യങ്ങൾ ഫലപ്രദമായി കൊണ്ടുവരുന്നതിൽ നാട്ടിൽ ഒരു ചലനം ഉണ്ടാക്കാൻ, ഇവിടെ നമുക്ക് ഒരു MP ഉണ്ട് എന്നൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശ്രീ MG രാധാകൃഷ്ണൻ, കോഴിക്കോട് കഴിഞ്ഞ പ്രാവശ്യം MK രാഘവന് അതിശക്തമായ എതിർപ്പാണ് കോഴിക്കോട്ടെ പാർട്ടിയിൽ നിന്നുണ്ടായത്. പക്ഷേ 5 വർഷം കഴിഞ്ഞപ്പോൾ ആ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു ഇവിടെ MK രാഘവൻ മതി എന്ന് പറയുന്നു. അത് എന്ത് തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത്? ഒരു പ്രധാനപ്പെട്ട സംഗതി എനിക്ക് ഡോക്ടർ ബാബു പോൾ പറഞ്ഞു. ഇതൊരു കോഴിക്കോട് പൊതുവേ ഒരു ഇടതുപക്ഷ മണ്ഡലമായിരുന്നതാണ്. കഴിഞ്ഞ തവണ 1000-ൽ താഴെ അല്ലെ വളരെ കഷ്ടിച്ചുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഘവൻ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം നിലനിർത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നലും അദ്ദേഹത്തിന്, കാരണം നിലനിർത്തണമെങ്കിൽ അത്യധ്വാനം ചെയ്തേ തീരൂ എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിക്കാണും. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് കോഴിക്കോട് നിന്ന് വളരെ പൊതുവെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട്, കാരണം ഇങ്ങനെ ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് പരമ്പരാഗതമായി കോൺഗ്രസിനെതിരായിട്ട് ചിന്തിക്കുന്ന ഒരു മണ്ഡലത്തിൽ കുറെ, എല്ലാ കാലത്തും അല്ല ഈ സമീപകാലത്തെങ്കിലും അവിടെ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലും മറ്റും, അതായത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് കാര്യമായ സംഭാവന ചെയ്തെന്നുള്ളത് പ്രതിപക്ഷം പോലും കുറെ സമ്മതിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ വാസ്തവത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഫാക്ടർ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടുപേരും പറഞ്ഞത് കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് MK രാഘവൻ ജയിച്ചത്. ഇവിടെ നമ്മൾ 4-5 പേര് പറഞ്ഞതിൽ മറ്റൊരാളും പാലക്കാട് MP രാജേഷും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. ഈ കുറഞ്ഞ ഭൂരിപക്ഷം അവരിൽ കൂടുതൽ വലിയ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കി നമുക്ക് പറയാൻ കഴിയും? ഉണ്ടായി കാണാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാജേഷിന്റെ കാര്യത്തിലായാലും ശരി തന്നെ, MK രാഘവന്റെ കാര്യത്തിലായാലും ശരി തന്നെ, ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ MK രാഘവന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും, കാര്യം അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്ന് കോഴിക്കോട് വരുന്നു. കോഴിക്കോട് പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ കാൻഡിഡേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നു. അപ്പോൾ എന്നിട്ടൊരു ചെറിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു. അപ്പോൾ ഇനി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പെന്ന് പറയുന്നത് അവിടെ ജയിച്ചെങ്കിൽ മാത്രമേ രാഷ്ട്രീയമായി നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. പക്ഷെ ആ നിലനിൽപ്പിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഈ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണമല്ലോ. കാര്യം പല ആൾക്കാരും നമുക്കറിയാം, പല MPമാരും MLAമാരും ഒക്കെ തന്നെ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യാതെ വീണ്ടും തിരഞ്ഞെടുത്ത് വരുന്ന അവസ്ഥയുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ വിദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനം ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ട്. മാത്രമല്ല MK രാഘവന്റെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ, കണ്ണൂർ പോയാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അവിടുത്തെ ജനങ്ങൾ ഒരുപാട് പേര് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരായിട്ട് എന്നോട് പലരും പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പോയപ്പോൾ പോലും അതിൽ ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം കോഴിക്കോട് അദ്ദേഹം വീണ്ടും ചെയ്യും. കാര്യം അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം
അതാണെന്നാണ് പറയുന്നത്. ഏത് മണ്ഡലത്തിലാണോ നിന്ന് ജയിക്കുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടുള്ള ഒരു പൊക്കിൾക്കൊടി ബന്ധം നിലനിർത്തുന്ന ഒരു ആളാണ് ഈ എം കെ രാഘവന്റെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഒന്ന് രണ്ട് പേരുടെ അടുത്ത് ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി. അപ്പം ഒന്ന് ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം, മറ്റൊന്ന് മനസ്സുണ്ടെന്നുള്ളതാണ്. ഡോക്ടർ ഡി ബാബു പോൾ, ഇപ്പോൾ നമ്മൾ 5 പേരുടെയും പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇതൊരു നമ്മൾ എന്തൊക്കെയാണ് പരിഗണിച്ചത്? ഈ മൊത്തം ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവസാനമായിട്ട് എന്താണ് പറയാൻ ഉള്ളത്? ഇതിൽ നിന്ന് കാണാവുന്ന ഒരു സംഗതി, ഇത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും 60 വയസ്സ് താഴെയുള്ളവരാണ്. അപ്പോൾ IAS-കാരും യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരും റിട്ടയർ ചെയ്യുന്ന പ്രായത്തിലെങ്കിലും രാഷ്ട്രീയക്കാരും റിട്ടയർ ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊരു ചോദ്യമാണ് ഇവിടെ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത്.